നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറിൽ രാജ്യവ്യാപകമായി BJPക്കെതിരെ കനത്ത പ്രതിഷേധമാണ് നടന്നത്. ഇപ്പോൾ ആ പ്രതിഷേധത്തിന് ശേഷം BJPയെ വീണ്ടും പ്രതിസന്ധിയിലാക്കി വലിയ വാർത്ത പുറത്തേക്ക് വരികയാണ്. അതായത് BJPയുടെ കോട്ടക്കൊത്തളങ്ങൾ ഇളകിത്തുടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഉപതെരഞ്ഞെടുപ്പിലെ ബലം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് BJP കേന്ദ്രങ്ങൾ. അതായത് BJPയുടെ 30 വർഷത്തെ കോട്ട പ്രശാന്ത് കിഷോർ പിടിച്ചടക്കിയിരിക്കുകയാണ്. മോദിയും അമിത്ഷായും അടക്കം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യവ്യാപകമായി ആളിക്കത്തിയ പ്രതിഷേധങ്ങൾക്ക് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്വന്തം തട്ടകത്തിൽ തന്നെ കാലിടറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചുകൊണ്ടാണ് ജൻസുരാജ് പാർട്ടി സ്ഥാപകനായിട്ടുള്ള പ്രശാന്ത് കിഷോർ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയാണ്, അദ്ദേഹം അവിടെ വമ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അവിടെ നേരത്തെ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതുകൂടാതെ അദ്ദേഹം ദേശീയ അധ്യക്ഷനായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ സീറ്റിൽ ഒഴിവ് വരുന്ന സാഹചര്യത്തിലാണ് അവിടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിലാണ് 30 വർഷമായിട്ട് BJP കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന ഒരു മണ്ഡലം അവിടെ പ്രശാന്ത് കിഷോർ പിടിച്ചടക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. ഇത് രാജ്യവ്യാപകമായി BJPക്കെതിരെ ഉയർന്ന ഒരു ജനവികാരത്തിന്റെ സൂചനയാണ് എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നത്. ഇത് ഒരു തരത്തിലും BJPയുടെ പരാജയം പ്രതീക്ഷിച്ചതല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് 19,324 വോട്ടുകൾക്ക് പ്രശാന്ത് കിഷോർ നീരജ് കുമാർ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നത്. 64,151 വോട്ടുകളാണ് പ്രശാന്ത് കിഷോർ പിടിച്ചത്. നീരജ് കുമാർ BJPയുടെ സ്ഥാനാർത്ഥി 44,827 വോട്ടുകളും പിടിച്ചു. എന്തായാലും വമ്പൻ വിജയം തന്നെ എന്ന് പറയാം. ഇവിടെ ബങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയതിന് പിന്നാലെ BJPയെ പരിഹസിച്ചുകൊണ്ട് പ്രശാന്ത് കിഷോർ രംഗത്തെത്തി. BJPയുടെ 30 വർഷത്തെ ശക്തി കേന്ദ്രം വെറും 30 ദിവസം കൊണ്ട് ഞാൻ തകർത്തു എന്നാണ് പ്രശാന്ത് കിഷോർ പ്രതികരിച്ചത്. തന്റെ തെരഞ്ഞെടുപ്പ് വിജയം ബീഹാറിൽ നല്ലൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന BJP നേതൃത്വത്തിനുള്ള സന്ദേശമാണ് എന്നും പ്രശാന്ത് കിഷോർ പറയാണ്. ബീഹാർ പോലുള്ളൊരു സംസ്ഥാനത്താണ് ഇത് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ബീഹാറിൽ BJP മുഖ്യമന്ത്രി വന്നതിന് ശേഷം വലിയ അസ്വാരസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് RJDക്കെതിരെയൊക്കെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുമോ അതോ ദേശീയ തലത്തിൽ പോലും അത് പ്രതിഫലിക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. വളരെ വലിയൊരു മാറ്റമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം രാജ്യവ്യാപകമായി നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ആളിക്കത്തി. അവിടെ യുവാക്കളെല്ലാം CJPയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു, മോദിക്കെതിരെ രംഗത്ത് വന്നു. എന്നാൽ ആ സമരം താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു BJPക്കെങ്കിലും യുവാക്കൾക്കിടയിൽ വളർന്ന ഒരു മോദി വിരോധം അല്ലെങ്കിൽ BJP വിരോധം കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരികയാണെങ്കിൽ അവിടെയൊക്കെ എന്തു ഫലമുണ്ടാകും എന്ന BJP ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. BJPക്ക് അകത്ത് തന്നെ ഇത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്.